ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് കാണിക്കുന്നത്. ഇതെൻ്റെ ഒരു കസിൻ പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ഇതുപോലെ അച്ചാർ കൊണ്ടുവന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് റെസിപ്പി ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് 700 ഗ്രാം ബീഫാണ്. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ബീഫ്. എന്നിട്ട് നെയ്യൊന്നും ഇല്ലാത്ത ഭാഗം നോക്കി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കാണ്ട് വേണം അത് വേവിച്ചെടുക്കാൻ. ഇറച്ചിയിൽ നിന്ന് ഓൾറെഡി വെള്ളം നല്ലോണം വരും വെന്ത് വരുമ്പോൾ. അപ്പോൾ അത് തീരെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കാണ്ട് നമുക്ക് 2 വിസിലടിച്ച് വേവിക്കുക. ഇപ്പോൾ 2 വിസിലടിച്ച് വേവിച്ചു വന്നപ്പോൾ കണ്ട വെള്ളം അത്യാവശ്യം നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇറച്ചി എന്നാൽ വല്ലാണ്ട് വെന്ത് ഉടഞ്ഞും പോയിട്ടില്ല, എന്നാൽ ചെറിയൊരു വേവും വേണം. ആ രീതിയിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. ഉടഞ്ഞു പോകരുത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആകെ ഉടഞ്ഞു പോവും. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക്. പിന്നെ കടുകും ഉലുവ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കടുക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക, പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ചധികം ഉപയോഗിക്കാം. എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ, ഞാൻ രണ്ടും കൂടി പേസ്റ്റ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണം പോണ വരെ വഴറ്റുക. അതിലേക്ക് ഒരു 11 പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരണം. ഇതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് അച്ചാർ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് 2 ടേബിൾ സ്പൂൺ അച്ചാർ പൗഡറും 3 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അത് 3 കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ വഴറ്റിയതിന് ശേഷം അതിലേക്ക് പെരിഞ്ജീരകം, ഇറച്ചി ആയതുകൊണ്ട് തന്നെയാണ് പെരിഞ്ജീരകം ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, അതും കൂടിയും ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ബീഫിൽക്കൊക്കെ ഈ പെരിഞ്ജീരകത്തിൻ്റെ മണവും ഉലുവയും കടുകൊക്കെ പൊടിച്ചതിൻ്റെ ഒക്കെ മണം വരുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ റോസ്മെല്ലൊക്കെ പോയി ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന രൂപത്തിലാവുമ്പോൾ നമുക്കതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ 1/2 കപ്പ് വിനാഗിരിയും പിന്നെ കുറച്ചും കൂടി 1/2 കപ്പും പിന്നെ അതിന് ആ ഒരു കപ്പിൽ ചെറിയൊരു ഭാഗം ഒരു 1/4 ഭാഗമൊക്കെ എടുത്തിട്ടുണ്ടാവും വിനാഗിരിയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളക്കട്ടെ. നന്നായി ഒന്ന് തിളച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് അതൊന്ന് വരുന്ന വരെ ഒരു 5 മിനിറ്റോളം നന്നായി തിളപ്പിക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുള്ളതുകൊണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് വേവിച്ച് വെച്ച ബീഫില്ലേ, വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, ആ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ മസാലകളെല്ലാം ബീഫിലേക്ക് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ബീഫും കുറച്ച് നേരം അടുപ്പത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഈ കടുകും ഉലുവയും കൂടിയും പൊടിച്ചതാണിത്. ആ പൊടിച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഈ കടുകിൻ്റെയും ഉലുവേൻ്റെയും പെരിഞ്ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ, നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും ഈ ബീഫിന്. എന്നിട്ട് കുറച്ചും കൂടി ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് ഒരു 3 മിനിറ്റൊക്കെ ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ബീഫിലേക്ക് മസാലയൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് പിന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതുപോലെ ഒന്ന് പതുക്കെ പൊത്തി വയ്ക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ബീഫിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കേണ്ട, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നെയ്യൊക്കെ തെളിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ചോറിന് വേറൊരു കറിയുടെ ആവശ്യമില്ല, അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.